ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് മിഞ്ഞാന്നത്തെ വീഡിയോൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ. ലേഖ വിരകണീൻ്റെ ആദ്യത്തെ പാർട്ട് നമ്മൾ മിഞ്ഞാന്ന് വീഡിയോ ഇട്ടിക്കണ്. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. ഇഞ്ചേക്കറിന് ലേഹ്യം വാങ്ങുമ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവണമല്ലോ എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒന്നാം ഭാഗത്തിൽ ഇതിൻ്റെ പകുതി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ഇതിലും ഞാൻ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയും കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് കഷായത്തിൻ്റെ മരുന്നാണ് കേട്ടോ. നമുക്കിത് കണ്ടാത്തോളും കുറേ വറങ്ങുമ്പോഴാണ് ഈ കിടക്കണമെന്ന് അല്ല കേട്ടോ. ഇത് നല്ല മരുന്നുകളാണ്. ആയുർവേദ മരുന്നത്തിലില്ല കഷായത്തിൻ്റെ മരുന്നുകളാണ് കേട്ടോ. ഇതൊക്കെ കൂടെ നമ്മളിനി കഴുകിങ്ങാണ്ട് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഈ മരുന്ന് വേവിച്ചാൽ തീമച്ചാൽ അത് കുറേ ദിവസം തിളച്ച് അതിൻ്റെ സത്താണ് കേട്ടോ നമ്മൾ പിന്നെ ലേഹ്യത്തിൽ ഒഴിക്കണത്. പിന്നെ അടുത്ത പരിപാടി കുഞ്ഞാവിനെ കൊണ്ട് മിഞ്ഞാന്ന് ഉള്ളി തൊലിപ്പിച്ച് വെച്ചതല്ലോ, ആ ഉള്ളിയാണ് ഇത് കേട്ടോ. ആ ഉള്ളിയും വെളുത്തുള്ളിയിൽ കൂടി കുറച്ച് വെളുത്തുള്ളിയും കൂടി തൊലിച്ചിക്കണു. ഇതൊക്കെ ഞാൻ രാത്രി ഒഴിവിലെ സമയത്ത് ഞാനും ഓനും കൂടി കുത്തിറന്ന് തൊലിച്ചണേന് കേട്ടോ. പിന്നെ കാട്ടുന്നത് ഉലുവ കേക്കിങ്ങാണ്ട് അതും കുടുക്കൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിക്കണ്. വലിയൊരു കുടുക്കൻ എടുത്തിക്കണ്. പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ആവും കഴുകിങ്ങാണ്ട് ഈ കുടുക്കയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. വലിയ കുടുക്കന്നെന്ന് ഞാൻ പറഞ്ഞത് ഇത് വേവുമ്പോൾ ഒന്നായിട്ട് പെരുക പറഞ്ഞാൽ കൂടുതലുണ്ടാവും. അപ്പോൾ വലിയ കുടുക്കന്നെ വേണം, ഇല്ലെങ്കിൽ ഇത് പിന്നെ കരിഞ്ഞു പോകും. വലിയ കുടുക്കയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിങ്ങാണ്ട് ഇത് തീമക്കാണ്. പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നത് വിശദമായിട്ട് കാണിക്കണുണ്ടെങ്കിലും ഇതിൽ ഫുള്ളായിട്ട് കാണിക്കണില്ല കേട്ടോ. ഇതിൽ അറിയാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഞ്ചക്കുന്ന ലേഖം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയണമല്ലോ ഇതിൽ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അതിനാണ് ഇങ്ങനെ കാണിച്ചത്. ഇനി നമുക്ക് കാണിച്ചാത്ത സാധനങ്ങളും ഉണ്ട്. അത് നമ്മൾ ഒരു രഹസ്യ കൂട്ടുകളുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇതിൽ കച്ചവടത്തിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളൊക്കെപ്പാടെ നമ്മൾ പബ്ലിക് ആക്കണില്ല. ഇന്നാത്ത തന്നെ കണ്ടോളൂ. ഇനി അടുത്ത വീഡിയോ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നവർ ഇനിയിപ്പം ഇതുവരെ ഒരു മുളപ്പിച്ചെങ്ങാണ്ടും കഴുകിങ്ങാണ്ടും ഒന്നും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ഓരോ വീഡിയോ ഒക്കെ കൂടിയൊക്കെ വരും കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന മാതിരി കോപ്പി അടിച്ചെങ്ങാണ്ടൊക്കെ വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പോൾ കാക്ക തിന്നണ കോഴിക്ക് കണ്ടുകൂടാ അറിയണ മാതിരി ഒരാൾ പിന്നെ എന്തെങ്കിലും ചെയ്യണത് വേറെ ആൾക്ക് കണ്ടുകൂടേക്കാരല്ലോ. അങ്ങനത്തെ ആൾക്കാരും ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ അതൊന്നും നോക്കണ്ട, നമ്മൾ നന്നാക്കി ചെയ്യാൻ നോക്കുക നിർദ്ദിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കഷായം. ഇതിൻ്റെ ഒക്കെ ഗുണങ്ങളേക്കാരം ഇനി നമ്മൾ ആ ലേഖത്തിൽ ഉണ്ടാവും കേട്ടോ. ഒന്ന് കഷായത്തിൻ്റെ മരുന്നാണ്, അതേപോലെ തന്നെ ഒന്ന് ആടിൻ്റെ സൂപ്പാണ്. ആടിൻ്റെ എല്ലാ ഭാഗങ്ങളും തലയും നട്ടലും വാര്യലും അതിൻ്റെ എല്ലാ എല്ലും ഒക്കെ കൂടെ കൂട്ടി തിളപ്പിച്ച് ഇനി അതിൻ്റെയും തന്നെ എടുക്കും കേട്ടോ. പിന്നെ അതേപോലെ തെങ്ങുംപൂക്കല ഒന്ന് നമുക്ക് അരിഞ്ഞ് ചേർക്കാലതുമാണ്, ഒന്ന് നമുക്ക് വെട്ടി വേവിച്ചാലതും കിട്ടിയാണ് കേട്ടോ. അപ്പോൾ ആ വെട്ടി വേവിച്ചാലതാണ് നമ്മളൊരു കുടുക്കിയിൽ കണ്ടത്. ഒരു കുടുക്കിയിൽ ഉള്ളി ഒലിവി അങ്ങനെ 4 കുടുക്ക നമ്മൾ അടുപ്പത്ത് കണ്ടില്ലേ. ഇനി കേട്ടോ അരിഞ്ഞ് ചേർക്കാല തെങ്ങുംപൂക്കലാണ് ഈ കിട്ടിക്കണേ. ഇതിപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ കുരു കളയാനുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ കുരു കളച്ചിലിനൊന്നും എനിക്ക് കുഞ്ഞാവനെ കിട്ടിയില്ല. ഉള്ളി തൊലിച്ചിട്ട് അവനെ കുട്ടി ഇതും കൂടി അവനെ കൊണ്ട് കൂടിച്ചണം എന്ന് കരുതിയതിനും അപ്പോൾ ഇതിന് ഒരു കാല് കേടെത്തിക്കണം കേട്ടോ. അന്ന് ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ കളിച്ചാൻ പോകുന്ന വീഡിയോകൾ കണ്ടില്ലേ. ആ പോക്കട് പോയിങ്ങാണ്ട് കാലിൻ്റെ എല്ല് പൊട്ടിയിട്ടാണ് വന്നിക്കണത്. പിന്നെ ആസ്പത്രിയിൽ പോയി മാവൊക്കെ ഇട്ടിക്കുകയാണ്. എല്ലാ സ്കൂൾ പൂട്ടിനും മോന് കജ്ജ് ഒടിയലുണ്ട് കേട്ടോ. പിന്നെ സ്കൂൾ തുറക്കാനാകുമ്പോഴത്തേനും ആ കജ്ജ് ഒടിഞ്ഞ മാലിട്ട് കൊണ്ടേക്കാരും സ്കൂൾക്ക് പോവല്. ഇപ്രാവശ്യം കാലാണ്. ഇനി ഞാൻ ഇതിൽ കൂട്ടണത് അണ്ടിപ്പരിപ്പും ബദാമും പിന്നെ കടലയാണ് കേട്ടോ. പീനട്ട് ഉണ്ടല്ലോ, ഇതും തന്നെ നല്ലോണം കഴുകി ചളിയൊക്കെ കളഞ്ഞങ്ങാണ്ട് വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് ആ വെള്ളത്തിലിട്ട് പൊതിർത്തിയിട്ട് അരക്കുകയാണ് കേട്ടോ. അരച്ചുകൊണ്ടാണ് ഇത് ചേർക്കണത്. ഓരോ സാധനം കഴുകുമ്പോഴാണ് അതിൻ്റെ ചളി കാണുന്നത് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ കഴുകിയൊക്കെ ഉണക്കി പൊടിച്ചതാണെങ്കിലും ഒക്കെ അത്ര അതിൻ്റേതായ വൃത്തി തന്നെ കഴുകുമ്പോഴുള്ളൂ അതിൻ്റെ ചളി അറിയാം. ഓരോ ധാന്യങ്ങൾ കഴുകുമ്പോഴും ഓരോ സാധനങ്ങൾ കഴുകുമ്പോഴും ഇതിലൊക്കെ നല്ല കെമിക്കലും മായങ്ങളും അതേമാതിരി മരുന്നും കേടരാതിരിക്കാല മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇടയിക്കൂടി കുടിയിലെ പണി കഴിഞ്ഞിട്ട് ഇല്ല ഒഴിവിനനുസരിച്ച് ഈത്തപ്പഴം കുരു കളഞ്ഞിക്കണം കേട്ടോ.
ഇനിയിപ്പോൾ ഞാൻ അതിക്ക് ചേർക്കുന്നത് കുറച്ച് കഞ്ഞിക്കൂർക്കളും അതേമാതിരി തന്നെ തുളസിൻ്റെ നീരുമാണ് കേട്ടോ. കൃഷ്ണ തുളസി ഇല്ലേ, ഈ കഞ്ഞിക്കൂർക്കളുടെ ഒക്കെ നീരെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ പളനുള്ളിലെ പുണ്ണും തൊള്ളിയിലെ പുണ്ണൊക്കെ പോകാനൊക്കെ നല്ല മരുന്നാണ്. അപ്പോൾ ഇതിൻ്റെ നീര് ഇതെടുത്തുകാണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയാക്കിയാണ്ട് പിന്നെ തുളസിൻ്റെ നീരും അതും കൂടി തന്നെ മിക്സിയിലിട്ട് അടിച്ചുങ്ങാണ്ട് അതിൻ്റെ നീരാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ കഴുകി വൃത്തിയാക്കിയാണ്ട് ഊറ്റി വെച്ചിക്കണ്. ഇനി ഞാൻ അടുത്തെടുക്കാൻ പോണത് പുത്തിരിച്ചുണ്ടയാണ് കേട്ടോ. പുത്തിരിച്ചുണ്ടൻ്റെ ഒരു മരടുണ്ട് അവിടെ, അതൊന്ന് പറിച്ചാൻ വേണ്ടിങ്ങാണ്ട് പോവുകയാണ്. പിന്നെ പുത്തിരിച്ചുണ്ടി അതേമാതിരി കുറുന്തോട്ടില്ലാത്ത കസായല്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, അതേമാതിരി കുറുന്തോട്ടിൻ്റെ വേരൊക്കെ ഇതിക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ കിട്ടാട്ടിലോടത്തോളം പറിമരുന്നുകളൊക്കെ ഞാൻ ഒരു ഇതൊക്കെ ഇതിക്ക് സംഘടിപ്പിച്ചിരിക്കണു. അപ്പോൾ ഈ പുത്തിരിച്ചുണ്ട പറിച്ചു കൊടുന്നിട്ട് അതിൻ്റെ വേരാണ് കേട്ടോ നല്ല കഴുകി, വേരും തൊലിയും ഒക്കെ പറ്റും. കുരും ഇതൊന്നും എടുക്കലില്ല, കുരു ഇലയൊന്നുമില്ല, വേരും തൊലിയും പറ്റും. അപ്പോൾ അതിൻ്റെ വേരാണ് ഇതിൽ കഴുകിങ്ങാണ്ട് വൃത്തിയാക്കിങ്ങാണ്ട് എടുക്കണം. അതിൻ്റെ മണ്ണിൻ്റെ അടിയിലായിപ്പോയി നല്ല ചളിയുണ്ട്. നല്ലോണം തിരുമ്പി കഴുകി നന്നാക്കിങ്ങാണ്ട് അതിൻ്റെ തൊലി ചെത്തിങ്ങാണ്ട് അത് കൊടുത്തിക്കണ്. ഇപ്പോൾ പിന്നെ മിക്സി ഉണ്ടാവുകൊണ്ട് കുറേ സുഖമാണ് അരക്കാനും ഇടിച്ചാനൊക്കെ. പണ്ടത്തെ മാതിരിയല്ലല്ലോ, അരക്കലും ഇടിച്ചലും പൊടിച്ചലും ആ വർക്കൊക്കെ ഇപ്പോൾ നമ്മളെ മിക്സികൾ ചെയ്ത് തുടങ്ങിയതുകൊണ്ട് സുഖമായിട്ടോ. പിന്നെ അടുത്ത പരിപാടി നമ്മളെ തെങ്ങും പൂക്കലമ്മയാണ് കേട്ടോ. തെങ്ങും പൂക്കലിൻ്റെ ഒരു കൊല പിന്നെ കുറച്ച് മൂപ്പുണ്ട്, അത് നമ്മൾ കൊത്തി ചതച്ച് പിന്നെ കഷായം വെച്ച് കണ്ടാണ് കൂട്ടുക, സൂപ്പാക്കിയും ആ മറ്റേ ഇതാക്കണം. അതിനെ തിളപ്പിച്ച് അതിൻ്റെ സത്തെടുക്കുക. പിന്നെ തെങ്ങും പൂക്കുല അരിഞ്ഞ് അരക്കാൻ പറ്റണത്, മിക്സിയിൽ അരക്കാൻ പറ്റണതാണിത്. അരിഞ്ഞ് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല നൈസായിട്ടാണ് അരിയല്ല കേട്ടോ, നൈസായിട്ടാണ് അരച്ച് ചേർക്കുക. മക്കളെ വാക്കിൽ പയവും നെല്ല് 11 വരുന്നുണ്ട് കേട്ടോ. എന്താണാവോ കുറേ പണിയെടുത്തിട്ടായിരിക്കും വർത്താനം പറയുമ്പോൾ പയവ് വരുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ പോലെ പഴഞ്ചൊല്ല് വെറുതെ ആയിട്ടില്ല അല്ലേ. നെല്ലിൽ 11 ഉണ്ടാവും, വാക്കിൽ പയവും ഉണ്ടാവും. അപ്പോൾ ഇച്ചും പറ്റിയതാണ് കേട്ടോ, ചെറിയൊരു പയവ് പറ്റിയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ പണി ഇങ്ങനെയാണ്. അപ്പോൾ ഇനി ഇതൊക്കെ കൂടെ അരച്ച് ചേർത്ത് നമ്മളെ ചട്ടിയിലായി കിട്ടിക്കണം കേട്ടോ. ചട്ടി വാടകക്കാണ് കേട്ടോ ചട്ടി കൊടുക്കണത്. അത് ഈ മാതിരി ചട്ടിയാണെങ്കിൽ നമുക്ക് ഇളക്കാനും ഇതാക്കാനൊക്കെ എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ റെസിപ്പി ആർക്ക് എന്ത് കാണിച്ചു കൊടുത്താലും ഒരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ആരെക്കൊണ്ടും അല്ലാതെ പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ കഴിയുന്ന സാധനമല്ല. പിന്നെ ഉണ്ടാക്കണവർക്ക് പിന്നെ തീജ് ഏറിയാൽ കരിയും ചെയ്യും, തീജ് കുറഞ്ഞാൽ ആയിക്കിട്ടും ചെയ്യൂല. അതിൻ്റേതായ ഒരു തീ ലെവലിൽ ഇങ്ങനെ ഇളക്കി എന്ന് പറഞ്ഞാൽ ഇളക്കി ഊപ്പാടിളക്കണം, കജ് വിടാതെ ഇളക്കണം. പിന്നെ അടുത്ത പരിപാടി അടുപ്പ് കത്തിച്ചലാണ്. ബിസ്മീൻ ചൊല്ലിയിട്ട് നമ്മൾ ലേഹ്യത്തിൻ്റെ അടുപ്പാണ് കത്തിച്ചിക്കണ്. അള്ളാൻ്റെ അനുഗ്രഹം ഉണ്ടാണ്, എൻ്റെ ബിസിനസ്സിൽ ബർക്കത്തുണ്ടാണ് എന്നുള്ള പ്രാർത്ഥനയുണ്ട്. അതേപോലെ തന്നെ പഠിച്ചോനെ ഇത് നമ്മൾ കരുതിയ മാതിരില്ലേ, കരിയാതെ അതിൻ്റെ അടി പൊടിച്ചാതെ അതിൻ്റെ മട്ടം പോലെ അത് ചായ കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയും കൊണ്ട് ഞാൻ ബിസ്മീൻ ചൊല്ലി നമ്മളതാണ് ഇളക്കി തുടങ്ങിയിരിക്കണ്. പിന്നത്തെ കഥ ഞാൻ പറയണ്ടല്ലോ, ഇളക്കി ഊപ്പാടിളകി തന്നെ. ഇതന്നെ പിന്നല്ല പരിപാടി. അതിന് കജു വിടാതെ അതിൻ്റെ മട്ടത്തിന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ആ ഇളക്കണീൻ്റെ അടിയിൽ ചിലപ്പോൾ ഇതിന് പല പ്രായങ്ങളും വരാണ്ട്. ഇത് മേത്തക്ക് എണ്ണയും നെയ്യൊക്കെ പൊട്ടിത്തെറിച്ചുന്ന സമയമുണ്ട്. അതേമാതിരി ചളിപ്രായം, മെഴുക് പ്രായം, അങ്ങനെയൊക്കെ ഓരോ പ്രായങ്ങളുണ്ട് കേട്ടോ ഈ ലേഖത്തിൻ്റെ അളക്കണ സമയത്ത്. അപ്പോൾ കജിമക്കും കാലുമൊക്കെ എണ്ണ കജിമക്കൊക്കെ പൊട്ടിത്തെറിച്ച് മേത്തക്ക് പൊള്ളാനും അങ്ങനത്തെ അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തിജ് അതിൻ്റെ കണക്കിന് കത്തിച്ചു കൊടുത്തുങ്ങാണ്ട് വേണം ഇത് തയ്യാറാക്കാൻ. പണ്ടത്തെ ഇമ്മമാരും ഉപ്പപ്പമാരും ഇങ്ങനത്തെ മരുന്നൊക്കെ തിന്നിട്ടാണ് ഓൽക്ക് 6 പാക്കും അതേമാതിരി 8 പാക്കൊക്കെ മസിലുണ്ടാക്കിയത്. പാടത്ത് നല്ലോണം പണിയെടുക്കും ചെയ്യുക, കഞ്ഞിയും കൂട്ടാനും അതേമാതിരി ചീരാക്കോയി, അതേപോലെ പല ആട് പിന്നെ പാക് വെക്കുക, കോഴി പാക് വെക്കുക, അങ്ങനത്തെ ഒക്കെ തിന്നുങ്ങാണ്ടേനു മസിലുണ്ടാക്കിയത്. ഇപ്പം തോല് തിന്നുന്നത് പ്രോട്ടീൻ പൗഡറും കുത്തിവെച്ച കോഴിയാണ്. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഗുണം നല്ല മാറ്റം ഉണ്ടാവും. ഇത് നമ്മളെ തൊടുവെന്നും കാട്ടുന്നും പറമ്പെന്നൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ തിന്നുങ്ങാണ്ടേനു അന്നത്തെ കാലത്തേക്ക് ആരോഗ്യം ഉണ്ടായിന്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റത്തെ ഭാഗം ഞാൻ എടുത്തിട്ടില്ല. നമുക്കിത് കരിയണീൻ്റെ മുമ്പ് ഈ പാത്രത്തിലായി കിട്ടാൻ വേണ്ടി ഞാൻ വെത്തപ്പെട്ട് വാങ്ങിച്ചപ്പോൾ നമ്മൾ വീഡിയോമൊക്കെ ക്യാമറമൊക്കെ നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ലേഖത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ വെച്ചാൽ പുരുഷന്മാർക്ക് ദാമ്പത്യത്തിന്, അതേമാതിരി എല്ലിനും മുള്ളിനൊരു ശക്തി ഉണ്ടാവാൻ, അതേപോലെ തന്നെ നാടിക്ക് നരമ്പിന് ഒരു ബലം ഉണ്ടാവാൻ, അങ്ങനത്തെ ഗുണങ്ങളൊക്കെ അടങ്ങിയ ലേഹ്യമാണ്. വേണ്ടോല് വേഗം ഓർഡർ ആക്കിക്കോളി കേട്ടോ. വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്, അതിൽ ഓർഡർ ആക്കിക്കോളും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടികൾക്ക് നട്സിൻ്റെ ലേഹ്യമുണ്ട്, അതും വേണമെങ്കിൽ ഓർഡർ ആക്കിക്കോളി. അപ്പോൾ എല്ലാവരോടും